നമസ്കാരം. എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രങ്ങളും കഥകളും ഒക്കെ എപ്പോൾ കേട്ടാലും വളരെ രസകരമായി നമുക്ക് അനുഭവപ്പെടാറുണ്ട്. അപ്പം അത്തരത്തിലുള്ള ഒരു സംഭവമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഇന്ത്യൻ റെയിൽവേക്ക് ഏകദേശം 7000 സ്റ്റേഷനുകൾ ഇന്ത്യയിൽ നിലവിലുണ്ട്. അതിനെല്ലാത്തിനും അതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന ബോർഡുകളും ഉണ്ടാകും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? തിരുവനന്തപുരം സെൻട്രൽ, കോഴിക്കോട്, ചെന്നൈ, ഈ ട്രെയിൻ വല്ലപ്പോഴും ഒരു ട്രെയിൻ നിർത്തുന്ന കൊച്ചു സ്റ്റേഷൻ പോലും, കുരി എന്നൊക്കെ പറയുന്ന കൊച്ചു സ്റ്റേഷനുകൾ പോലും ബോർഡുകൾ രണ്ട് സൈഡിലും, സ്റ്റേഷൻ്റെ തീരുന്നിടവും അവസാനിക്കുന്നിടത്തും സ്റ്റേഷൻ്റെ മധ്യഭാഗങ്ങളിലെല്ലാം ബോർഡുണ്ടാകും. പക്ഷേ ഇന്ത്യയിൽ ഒരേ ഒരു സ്റ്റേഷന് മാത്രം നിലവിൽ അതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന ബോർഡില്ല. ആ സ്ഥാനത്ത് വെറുതെ മഞ്ഞ കളർ അടിച്ച് വെച്ചിരിക്കുന്ന ബോർഡാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇനി ഈ സ്റ്റേഷൻ എവിടെയാണെന്നറിയണ്ടേ? ഇത് പശ്ചിമ ബംഗാളിലാണ്. പശ്ചിമ ബംഗാളിലെ റായ്നഗർ റെയിൽവേ സ്റ്റേഷനാണ് 2008 മുതൽ ബോർഡില്ലാതെ പ്രവർത്തിക്കുന്നത്. അത് ബോർഡില്ലെങ്കിലും പൂർണ്ണസജ്ജമായി പ്രവർത്തിക്കുന്ന റെയിൽവേ സ്റ്റേഷനാണ്. ആഴ്ചയിൽ 6 ലോക്കൽ ട്രെയിൻ സ്റ്റോപ്പുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് റായ്നഗർ റെയിൽവേ സ്റ്റേഷൻ. ഞായറാഴ്ച ദിവസം ഇതുവഴി ട്രെയിനുകൾ പോകുന്നുണ്ട്, ഇവിടെ സ്റ്റോപ്പില്ല. അവധിയുള്ള ഞായറാഴ്ച ദിവസം ഈ സ്റ്റേഷനിലെ സ്റ്റേഷൻ മാസ്റ്റർ അടുത്തുള്ള ബർദ്ധമാനിലേക്ക് പോയി പേരില്ലാ സ്റ്റേഷനിലേക്ക് വിതരണം ചെയ്യാനുള്ള ടിക്കറ്റ് കളക്ട് ചെയ്തുകൊണ്ട് വരികയാണ് ആ ദിവസം സ്റ്റേഷൻ മാസ്റ്റർ ഡ്യൂട്ടി. പക്ഷേ ടിക്കറ്റിൽ പേരുണ്ട് കേട്ടോ, റായ്നഗർ എന്നാണ് ടിക്കറ്റിലെ പേര്. ഇനി എന്തുകൊണ്ടാണ് ഈ സ്റ്റേഷന് ഇങ്ങനൊരു ഗതി വന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞത് പശ്ചിമ ബംഗാളിലെ ബംഗുരയ്ക്കും മസാഗ്രാമിനും ഇടയിലുള്ള റെയിൽപാതയിലാണ് ഈ സ്റ്റേഷനുള്ളത്. ഇത് 2 ഗ്രാമത്തിൻ്റെ അതിരാണ്. ഒന്ന് റെയ്ന എന്ന ഗ്രാമവും ഒന്ന് റായ്നഗർ എന്ന ഗ്രാമവും. ഈ റായ്നഗർ റെയ്നേക്കാൾ കുറച്ചുകൂടെ വലിയ ഗ്രാമമായതിൻ്റെ പേരിൽ റെയിൽവേ റായ്നഗർ എന്നതിന് പേരിട്ടു. 2008 വരെ കുഴപ്പമില്ലാതെ പോയി. പക്ഷേ 2008 ആയപ്പോൾ റെയ്ന ഗ്രാമവാസികൾ ഇതിനെതിരെ പ്രക്ഷോഭം ആരംഭിച്ചു. ഒടുവിൽ അത് കേസായി. ഇപ്പോൾ നിലവിൽ അത് കേസ് നടക്കുകയാണ്. അതുവരെ ആ ബോർഡിൽ പേര് പാടില്ല എന്ന കോടതി വിധി ഉള്ളതിൻ്റെ പേരിലാണ് ഇന്നും ഈ 2025-ലും ഈ റായ്നഗർ റെയിൽവേ സ്റ്റേഷന് ബോർഡില്ലാതെ മഞ്ഞ കളറടിച്ച് ഇങ്ങനെ തുടരുന്നത്. ഈ അവസ്ഥ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരു കൂട്ടരുണ്ട്. സ്ഥലപരിചയമില്ലാതെ അല്ലെങ്കിൽ ആ നാട്ടുകാരല്ലാത്ത ആൾക്കാർ ആരെങ്കിലും അവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് ഏത് സ്ഥലം എന്നറിയാതെ വട്ടം തിരിഞ്ഞു പോകും. ഇതേത് സ്ഥലമാണെന്നറിയാൻ ഉദ്യോഗസ്ഥരെ സമീപിക്കുന്ന ധാരാളം യാത്രക്കാരെ ഇവിടെ ദിവസേന കാണാൻ കഴിയുമെന്നാണ് ഗ്രാമവാസികൾ പറയുന്നത്. എന്താ അല്ലേ? ഇന്ത്യൻ റെയിൽവേക്ക് ഇതുപോലെ എത്രയെത്ര കഥകൾ നമ്മൾ അറിയാതെ ഇനി എപ്പോഴെങ്കിലും അറിയാൻ വേണ്ടി കിടപ്പുണ്ട്. വളരെ രസകരങ്ങളായ കഥകളായിരിക്കും അതിൽ മിക്കതും. ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? വളരെ രസകരമായിട്ട് തോന്നിയില്ലേ? എനിക്ക് സത്യം പറഞ്ഞാൽ വളരെ രസമായിട്ടാണ് തോന്നിയത്. നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരെ ബൈ.